ഒരു ഭരണകൂട സംവിധാനവും അതിൻ്റെ സർവമാന ഏജൻസികളും ഒരു നിസ്സഹായയായ ഒരു പെൺകുട്ടിക്കെതിരെ അവരുടെ കുടുംബത്തിനെതിരെ ഒന്നിച്ചിങ്ങനെ പോരാടുക, ഒന്നിച്ച് നിൽക്കുക. എന്നിട്ട് ആ കുട്ടിയും അവരുടെ ദുർബലരായ ബന്ധുക്കളും ഒറ്റക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വരിക. ഇപ്പം 7 വർഷമായി, അതുകൊണ്ട് എനിക്ക് ജാമ്യം തരണം എന്ന് പറഞ്ഞിട്ടാണ് ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഡൽഹി ഹൈക്കോടതി മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട്, സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് ഈ ചെങ്ങായിയോട് പുറത്തു പോയിക്കുമെന്ന് പറയുന്നു. ഇതിനെക്കുറിച്ച് ഈ കുട്ടിയുടെ അഭിഭാഷകൻ മെഹ്മൂദ് പ്രാച്ചയാണ്. മെഹ്മൂദ് പ്രാച്ച പറഞ്ഞ കാര്യമുണ്ട്, ഇതൊരു ഹാൻഡ് ഇൻ ഗ്ലോവാണ്. CBIയും കോടതിയും UP ഭരണകൂടവും എല്ലാം കൂടി ചേർന്നുള്ളൊരു ഏർപ്പാടാണെന്നാണ് പറയുന്നത്. കാരണം അടുത്ത വർഷം UP ഇലക്ഷൻ നടക്കും, 2027 ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ഇലക്ഷന് മുന്നോടിയായിട്ട് ഇങ്ങേർക്ക് അവിടെ ഇനിയും മത്സരിക്കണം, അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം, അതിനുവേണ്ടി പുള്ളിക്ക് പുറത്തേക്ക് വരണം, അതിനുള്ള ഇത് ഒരുക്കി കൊടുത്തിരിക്കുകയാണ് എന്ന് മെഹ്മൂദ് പ്രാച്ച ആരോപിക്കുന്നുണ്ട്. എനിവേ സുപ്രീം കോടതിയിലേക്ക് പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സുപ്രീം കോടതി ഇത് സ്ട്രൈക്ക് ഡൗൺ ചെയ്യുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പക്ഷെ എന്ത് തന്നെയാലും ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ഒരു ഭരണകൂട സംവിധാനവും അതിൻ്റെ സർവമാന ഏജൻസികളും ഒരു നിസ്സഹായയായ ഒരു പെൺകുട്ടിക്കെതിരെ അവരുടെ കുടുംബത്തിനെതിരെ ഒന്നിച്ചിങ്ങനെ പോരാടുക, ഒന്നിച്ച് നിൽക്കുക. എന്നിട്ട് ആ കുട്ടിയും അവരുടെ ദുർബലരായ ബന്ധുക്കളും ഒറ്റക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വരിക. ഇതല്ലേ ജംഗിൾ രാജ് എന്ന് പറയുന്നത്? ഇതല്ലേ യഥാർത്ഥത്തിൽ ജംഗിൾ രാജ് എന്ന് പറയുന്നത്? ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം ഈ മനുഷ്യന്, ഈ പറയുന്ന കുൽദീപ് സിംഗ് സെങ്കാർ എന്ന് പറയുന്ന ഈ ക്രിമിനലിനെ എന്തെല്ലാം നിലക്ക് സഹായിക്കാൻ പറ്റുമോ സാധ്യമാവും വിധമെല്ലാം ഈ യോഗിജി സഹായിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിയമം പല നിലയിൽ നിയമം വളഞ്ഞു പിടിച്ചപ്പം രക്ഷപ്പെടുത്താൻ പറ്റാതെ പോയതാണ്. പക്ഷെ അപ്പോഴും ഈ ഒരു യോഗിയായ കാഷായ വസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നിട്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സംവിധാനങ്ങളും ഒരു ക്രിമിനലിനെ സംരക്ഷിക്കാൻ വേണ്ടി, നിസ്സഹായ ഒരു പെൺകുട്ടിയെ നശിപ്പിക്കാൻ വേണ്ടി ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് മൊത്തം ശ്രമിച്ചതിൻ്റെ ഭീകരമായ കഥയാണ് ഉന്നാവോ കഥ എന്ന് പറയുന്നത്. ഇതേ ഉന്നാവോയിൽ 2019 മറ്റൊരു കുപ്രസിദ്ധമായ ബലാത്സംഗം ഉണ്ടാകുന്നുണ്ട്. ബലാത്സംഗത്തിനിരയായ ആ ഇരയെ കത്തിച്ച് കളയുകയാണ് ചെയ്തത്. അപ്പോൾ ജംഗിൾ രാജിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴുള്ളത് എന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമായിട്ടാണ് ഇതിനെ കാണുന്നത്.